യോഹന്നാൻ 13:32. ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു എന്നൊരു പ്രസ്താവനയാണ് ഇവിടെ കാണുന്നത്. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. വളരെ സൂക്ഷ്മതയോടെ നാം നിരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രായോഗികമാക്കും എന്ന് ചോദിച്ചാൽ, എപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായി മാറി നാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആ വേളയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയും നമ്മുടെ പ്രവൃത്തിയും ഒന്നാകും. അവിടെ ദൈവം മഹത്വപ്പെടും. പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ മഹത്വപ്പെട്ടതുപോലെ ദൈവം മഹത്വപ്പെടുത്തിയിട്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മഹത്വം ഉണ്ടാവുകയില്ല. ആദ്യ മനുഷ്യനായ ആദാമിനോട് ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നു, ആ കനി തിന്നരുത്. പക്ഷേ അനുസരണക്കേട് കാണിച്ചതിലൂടെ ദൈവമഹത്വം ഉണ്ടാവേണ്ടിയിരുന്ന ആദാമിൻ്റെ ജീവിതം ശാപത്തിലേക്കും നാശത്തിലേക്കും പോയി. പിതാവായ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു പാപത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കണം എന്നുള്ളത്. കർത്താവായ യേശുക്രിസ്തു അതിൽ നിന്നും ഒഴിഞ്ഞ് മാറിയില്ല. ആദം അനുസരണക്കേട് കാണിച്ചുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പരിപൂർണമായ അനുസരണം കാണിക്കുകയാണ്. ഈ അനുസരണത്തിലൂടെയാണ് പിതാവ് മഹത്വപ്പെട്ടത്. അങ്ങനെയാണ് ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനിട വന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ ദൈവത്തിൻ്റെ ഇഷ്ടം അത് നാം മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മളിൽ മഹത്വപ്പെടുന്നു. ദൈവത്തിൽ നിന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവുമില്ല, ഒരു സന്തോഷവുമില്ല, ഒരു വിജയവുമില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നന്മയ്ക്കായുള്ള പദ്ധതിയാണ്. അത് നാശത്തിനായിട്ടുള്ള പദ്ധതിയല്ല. ആ പദ്ധതി നിന്നിലൂടെ നിറവേറട്ടെ.